ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. യുക്രൈൻ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് മുണ്ടക്കൈ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. 9ാമത് ഇന്ത്യ ബ്രസീൽ സംയുക്ത കമ്മീഷൻ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. രാജ്യത്ത് മെഡിക്കൽ മേഖലയിലുള്ളവരുടെ സുരക്ഷ സംബന്ധിച്ച ശുപാർശ തയ്യാറാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കർമ്മസേനയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പൊതുജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കാൻ സമഗ്ര മാർഗനിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. ഏകജാലക സംവിധാനം വഴി പരാതികൾ നൽകാം. US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന് ന്യൂയോർക്കിൽ തുടക്കമായി. പാരീസ് പാരലിമ്പിക്സിന് നാളെ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. യുക്രൈൻ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. വിശദാംശങ്ങൾ. ജനാധിപത്യം, നിയമവാഴ്ച, ജനങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധം എന്നിവയുടെ പൊതുവായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഇന്ത്യ US തന്ത്രപ്രധാന പങ്കാളിത്തത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഗണ്യമായ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പ്രാദേശിക, ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളും കൈമാറി. യുക്രൈനിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യവേ സമീപകാല യുക്രൈൻ സന്ദർശനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റിനോട് വിശദീകരിച്ചു. ചർച്ചകൾക്ക് അനുകൂലമായ ഇന്ത്യയുടെ നിലപാട് ശ്രീ നരേന്ദ്രമോദി ആവർത്തിച്ചു. സമാധാനവും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നതിന് അദ്ദേഹം പൂർണ്ണ പിന്തുണ അറിയിച്ചു. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളിൽ ഇരു നേതാക്കളും പൊതുവായ ആശങ്ക പങ്കുവച്ചു. ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനും ഊന്നൽ നൽകി. ക്വാഡ് ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 9ാമത് ഇന്ത്യ ബ്രസീൽ സംയുക്ത കമ്മീഷൻ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ബ്രസീൽ വിദേശകാര്യമന്ത്രി മെറോ വിയേറയും യോഗത്തിൽ സഹ അധ്യക്ഷരാകും. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രസീൽ വിദേശകാര്യമന്ത്രി ശനിയാഴ്ചയാണ് ഡൽഹിയിലെത്തിയത്. പൊതുജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കാനായി കേന്ദ്ര സർക്കാർ സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. www.pgportal.gov എന്ന ഏകജാലക സംവിധാനം വഴി പരാതികൾ രജിസ്റ്റർ ചെയ്യാം. ഇവ കാര്യക്ഷമമായി പരിഹരിക്കുന്നതിന് മന്ത്രാലയങ്ങൾ നോഡൽ ഓഫീസർമാരെ നിയമിക്കണമെന്നും പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം അറിയിച്ചു. തീർപ്പാക്കിയ പരാതികളെക്കുറിച്ച് SMS അല്ലെങ്കിൽ ഇമെയിൽ മുഖേന പരാതിക്കാരനെ അറിയിക്കും. ഫറാക്ക ബാരേജിന്റെ ഷട്ടറുകൾ തുറന്ന് ഗംഗ, പത്മ നദികളിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നത് സാധാരണ നടപടിയാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഫറാക്കയിലേത് ബാരേജ് മാത്രമാണെന്നും അണക്കെട്ടല്ലെന്നും നദിയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ വെള്ളം ഇതിലൂടെ ഒഴുകിപ്പോകുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വിശദീകരിച്ചു. ഈ സംവിധാനത്തിലൂടെ ഗംഗ, പത്മ നദികളിലെ അധിക ജലം ബംഗ്ലാദേശിലെ പ്രധാന നദിയിലേക്ക് എത്തുന്നു. പ്രോട്ടോകോൾ പ്രകാരം ബംഗ്ലാദേശിലെ ജല കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി ഇതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി കൈമാറുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഫറാക്ക ബാരേജിന്റെ ഷട്ടറുകൾ തുറന്നതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പ്രചരിച്ച വ്യാജ വീഡിയോകളുടെ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. രാജ്യത്ത് മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച ശുപാർശകൾ തയ്യാറാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കർമ്മസേനയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് പരമോന്നത കോടതി കർമ്മസേന രൂപീകരിച്ചത്. ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ഝാർഖണ്ഡ് മുക്തി മോർച്ച നേതാവുമായ ചമ്പായി സോറൻ ഈ മാസം 30-ന് റാഞ്ചിയിൽ BJPയിൽ ചേരും. BJPയുടെ ഝാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് സഹ ഇൻചാർജ് കൂടിയായ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ സർമയാണ് ഇക്കാര്യം സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത്. ചമ്പായി സോറനും ഹിമന്ത ബിസ്വ സർമയും ഇന്നലെ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി.
കേന്ദ്ര ധനമന്ത്രാലയത്തിൽ നിന്ന് 46,000-ത്തിലധികം രൂപയുടെ ധനസഹായം ലഭിക്കുമെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ ലിങ്ക് പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. മെസ്സേജിംഗ് ആപ്പിലൂടെ പാവപ്പെട്ടവർക്ക് സഹായധനം നൽകുന്നു എന്ന് പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. സന്ദേശമായി അയക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ അപേക്ഷകന്റെ വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ക്ലെയിമുകൾ വ്യാജമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് മുണ്ടക്കൈയെ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. സംസ്ഥാന സർക്കാർ വിശദമായ നിവേദനം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ദുരന്ത മേഖലകളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചു. മറ്റന്നാൾ വൈകിട്ട് ഓൺലൈനായാണ് യോഗം. ഉരുൾപൊട്ടലിൽ ഇനി 159 പേരെയാണ് കണ്ടെത്താനുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നു മുതൽ അധ്യയനം ആരംഭിക്കും. GLPS മേപ്പാടി, GHSS മേപ്പാടി എന്നിവയാണ് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ രാത്രിയിൽ അതിശക്തമായ മഴ. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ മഴയിൽ കല്ലും മണ്ണും ഒലിച്ചിറങ്ങി. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കേരള കർണാടക അന്തർ സംസ്ഥാന പാതയിൽ കണ്ണൂർ ഇരിട്ടി മാക്കൂട്ടം ചുരത്തിൽ അർദ്ധരാത്രി മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന പുലർച്ചെ 2 മണിയോടെ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജില്ലയിൽ മഴ ശക്തമാണ്. സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേരും. DGP ഷേഖ് ദർവേഷ് സാഹിബിന്റെ സാന്നിധ്യത്തിലാണ് യോഗം. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തു. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പരാതിയിലാണ് നടപടി. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം പഠിക്കാൻ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ വിദഗ്ധർ ഇന്നെത്തും. സംസ്ഥാനത്ത് ഇതുവരെ 16 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. എംപോക്സ് വ്യാപനം തടയുന്നതിന് 6 മാസത്തെ ആഗോള തന്ത്രപ്രധാന പ്രതികരണ പദ്ധതിക്ക് ലോകാരോഗ്യ സംഘടന തുടക്കം കുറിച്ചു. സംഘടനയുടെ കണക്കനുസരിച്ച് 2022 മുതൽ 116 രാജ്യങ്ങളിൽ 99,000-ത്തിലധികം പേർക്ക് രോഗം ബാധിച്ചു. 208 മരണം റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ഇന്നും നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല. പാരീസ് പാരാലിമ്പിക്സിന് നാളെ തുടക്കം. 84 അത്ലറ്റുകളാണ് ഇന്ത്യൻ സംഘത്തിലുള്ളത്. അമ്പെയ്ത്തിൽ മെഡൽ പ്രതീക്ഷയുമായി ഏഷ്യൻ പാരാ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് ശീതൽ ദേവി ഇറങ്ങും. US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന് ന്യൂയോർക്കിൽ തുടക്കമായി. പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ നാളെ ഇന്ത്യയുടെ സുമിത് നാഗൽ ഡച്ച് താരം ടാലൻ ഗ്രിക്സ്പൂരിനെ നേരിടും. നിലവിലെ US ഓപ്പൺ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച് വിംബിൾഡൺ ജേതാവായ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും. ഒക്ടോബർ 4 ദുബായിലാണ് മത്സരം. ഇന്ത്യ സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ പുറത്തായി. ബംഗ്ലാദേശിനോട് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ 161ാമത് ജയന്തി ആഘോഷം നാളെ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും. വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയറിൽ രാവിലെ മന്ത്രി OR കേളുവിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തും. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 9 സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. കോൺഗ്രസ് നേതാവ് ഗുലാം മുഹമ്മദ് മിർ ദൂരു നിയമസഭാ സീറ്റിൽ നിന്നും ഷെയ്ഖ് റിയാസ് ദോഡയിൽ നിന്നും മത്സരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. യുക്രൈൻ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് മുണ്ടക്കൈയെ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. 9ാമത് ഇന്ത്യ ബ്രസീൽ സംയുക്ത കമ്മീഷൻ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. രാജ്യത്ത് മെഡിക്കൽ മേഖലയിലുള്ളവരുടെ സുരക്ഷ സംബന്ധിച്ച ശുപാർശ തയ്യാറാക്കാൻ സുപ്രീം കോടതി രൂപീകരിച്ച കർമ്മസേനയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. പൊതുജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കാൻ സമഗ്ര മാർഗനിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. ഏകജാലക സംവിധാനം വഴി പരാതികൾ നൽകാം. US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന് ന്യൂയോർക്കിൽ തുടക്കമായി. പാരീസ് പാരാലിമ്പിക്സിന് നാളെ തുടക്കമാകും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.